വാസുദേവായ. ദശകം 9, ശ്ലോക 7. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദം ഉപൈശിദിഷ്ട്യാദൃശോഃ കുരുഷ്വധിയം ആശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണ വർണ്ണിത സ്വഗുണഭം ഹിമാ പാഹി മാം. ശ്രുതി വേദങ്ങൾ, പ്രകര സമൂഹങ്ങൾ, ദർശിത വ്യക്തമാക്കപ്പെട്ട, പ്രചുര വൈഭവ സമ്പന്നമായ, ശ്രീപദേ ലക്ഷ്മീദേവിയുടെ വല്ലഭനായ, ഹരേ ഭഗവാൻ, ജയ ജയിച്ചത്, ജയ അരുളിയാലും, പ്രഭോ ഭഗവാനെ പദം ആ പാദങ്ങൾ, ഉപൈഷി വിഷയമായി തീർന്നുകൊണ്ട്, ദിഷ്ട്യ ഭാഗ്യം കൊണ്ട്, ദൃശോഹോ കണ്ണുകൾക്ക്, കുരുഷ്വ ബുദ്ധി, ധിയം സാമർഥ്യമുള്ളവനാക്കി, ആശു പെട്ടെന്ന്, മേ എന്റെ, ഭുവനങ്ങളെ, നിർമ്മിതൗ സൃഷ്ടിക്കുക, കർമ്മഠാം കർമ്മത്തിൽ, ഇതി ഇപ്രകാരം, ദ്രുഹിണ ബ്രഹ്മാവിനാൽ, വർണ്ണിക്കപ്പെട്ട, സ്വഗുണ സ്വന്തം മഹിമയാൽ, ബംഹിമ വിഷയത്തോടു കൂടി, പാഹി കാത്തരുളേണമേ, മാം ഞാൻ. നമ്മൾ ഈ ഒരു 9ാമത്തെ ദശകത്തിൽ ബ്രഹ്മാവിന്റെ തപസ്സിനെ കുറിച്ചും ലോക സൃഷ്ടിയെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. അതിൽ ഈ ശ്ലോകത്തിൽ അങ്ങനെ സാക്ഷാൽ ഭഗവാനെ, ആ ഒരു കിരീട മകുടം അണിഞ്ഞ് തിളങ്ങുന്ന വളകൾ, മുത്തുമാളകൾ, തോൾവാളകൾ, രത്നങ്ങളാൽ തിളങ്ങുന്ന അരഞ്ഞാണം എന്നിങ്ങനെ മഞ്ഞപ്പട്ടുടയാട ചാർത്തി അങ്ങനെ കാന്തിയോടുകൂടി നിൽക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ ആ ബ്രഹ്മാവ് വേദസമൂഹങ്ങളെ വ്യക്തമാക്കപ്പെട്ട ആ വൈഭവ സമ്പന്നമുള്ള ആ സാക്ഷാൽ ലക്ഷ്മിക്ക് വല്ലഭനായ മഹാവിഷ്ണുവിനെ ജയിക്കൂ എന്ന് അരുളി ചെയ്യുകയും അങ്ങനെ ഭഗവാന്റെ ആ പാദങ്ങളിൽ അനുഗ്രഹം വാങ്ങിക്കുകയും അങ്ങനെ ഭാഗ്യം കൊണ്ട് കണ്ണുകൾ അത്രയ്ക്ക് പുണ്യം ചെയ്തതിനാൽ ആ ഭഗവാനെ ദർശിക്കുവാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ബുദ്ധി സാമർഥ്യമുള്ളവനാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുകയും പെട്ടെന്ന് തന്നെ എൻ്റെ ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്ന കർമ്മത്തിൽ എന്നെ അനുഗ്രഹിക്കണമേ എന്നും ഇപ്രകാരം ആ ബ്രഹ്മാവിനാൽ ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കപ്പെടുന്നതാണ് ഈ ഒരു ശ്ലോകം. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈശിദിഷ്ട്യാദൃശോഃ കുരുഷ്വദ്ധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണ വർണ്ണിത സ്വഗുണ ബംഹിമാ പാഹി മാം. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.